വളരെയേറെ സന്തോഷമുണ്ടെങ്കിലും ഇത്തര ഒരു വേദിയിൽ മോഹൻലാലിനോടൊപ്പം മോഹൻലാലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും പറയും, ഓ സുഖിപ്പിക്കലാണ്. മോശപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അസൂയയാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും നടുക്ക് നിന്നിട്ട് എൻ്റെ ജീവിതാനുഭവം, ഞാൻ നിന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിട്ടാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. 25 കൊല്ലം മുമ്പാണ് മോഹൻലാലിനെ ഞാൻ ആദ്യമായി കാണുന്നത്. അദ്ദേഹം ഇവിടെ ഗീത് ഹോട്ടലിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഞാനും മറ്റൊരു ചിത്രത്തിൽ ഒരു ചെറിയ റോൾ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ നിൽപ്പുണ്ട്. കുറേ നേരം കഴിഞ്ഞാണ് ലാൽ എന്നെ കണ്ടത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് മുകേഷ്, അറിയാം എന്ന് പറഞ്ഞിട്ട് തോളിൽ കൂടി കൈയിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കൂടെ നില്ല്, എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞു. വളരെ അർത്ഥവത്തായ ഒരു പറച്ചിലായിരുന്നു അത്. ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമാഭിനയം, നാടകാഭിനയം, സ്റ്റേജ് ഷോസ്, യാത്രകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പല സന്ദർഭങ്ങളിലും ലാലിൻ്റെ സ്നേഹിതനായതും സഹപ്രവർത്തകനായാലും ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, അഭിമാനം കൊണ്ടിട്ടുണ്ട്. എന്നാൽ തുടക്കം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി, പ്രിയദർശൻ്റെ കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, തൊട്ടപ്പുറത്തെ സെറ്റിൽ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്. നമ്മളെക്കാട്ടിയൊക്കെ എത്രയോ കൂടുതൽ പ്രതിഫലം പറ്റുന്ന, കൂടുതൽ ആൾക്കാർ കാണുന്ന കാര്യം, വലിയ സംസ്ഥാനമാണത്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം അപ്പുറത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ്. പ്രിയദർശനും എനിക്കും എല്ലാം അദ്ദേഹത്തെ അറിയാം. അപ്പോൾ ഞങ്ങൾ ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. എല്ലാവരും പരിചയപ്പെട്ടു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ലാൽ പറഞ്ഞു, നിങ്ങൾ ഒരു ഷോട്ട് എടുക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവർ ഷോട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് പോകാം. അല്ലല്ല, അവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഷോട്ട് അവർ അഭിനയിക്കുന്ന കണ്ടിട്ട് നമുക്ക് പോകാം. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ഷോട്ട് എടുക്കുന്നില്ല, അഭിനയിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എന്നോട് വന്ന് പറഞ്ഞു, അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങളാ മോഹൻലാലിനെ ഒന്ന് കൊണ്ടുപോകുമോ? ഞാൻ ചോദിച്ചു, അതെന്താ, അദ്ദേഹം ഒരു ഷോട്ട് കാണാൻ? ഇല്ല, അദ്ദേഹം നിന്നാൽ അവിടുത്തെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കില്ല, നാണമാണെന്നാണ് പറയുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ, ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. ഞാൻ ലാലിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പോകാം. അല്ല, അവർ വല്ലതും വിചാരിക്കത്തില്ലേ? ഒന്നും വിചാരിക്കത്തില്ല, സന്തോഷമാവും. കോൺഫിഡൻസ് പോരാ ലാൽ നിൽക്കുമ്പോൾ. അത് ആ ഒരു മുഹൂർത്തം, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ, പുറത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല മുഹൂർത്തങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോകെ പറയാം.